ഗാസ എന്ന് പറയുന്ന ഇനി അവിടെ പാലസ്തീൻകാരുണ്ടാവത്തില്ല. ഈ ഗാസ എന്ന് പറയുന്ന ഹമാസ് അവിടെ ഉണ്ടാകത്തില്ല. അമേരിക്ക ഏറ്റെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈജിപ്റ്റ് ആ സംഭവത്തിൽ 10 ലക്ഷം അക്സെപ്റ്റ് ചെയ്ത് മറ്റുള്ള അമേരിക്കയായിട്ട് കാരണം ഭയങ്കര നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുക. വാതിൽ തുറന്നു കൊടുക്കണം. ഈ പറയുന്ന ബന്ദികളുമായിട്ടുള്ള ഇഷ്യൂസ് ഇൻ ബിറ്റ്വീൻ അത് ഹോൾട്ടാകും. ഇസ്രായേൽ കയറി ബോംബ് ചെയ്യും. ഈ സാധനങ്ങൾ മുഴുവനും ഈജിപ്റ്റിലോട്ട് കൂടി അങ്ങ് കയറും. എന്നിട്ട് അവരെ പാക്ക് ചെയ്ത് കുറച്ചിങ്ങോട്ട് കുറച്ചങ്ങോട്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ ചില പത്രങ്ങൾ ഞാൻ വായിച്ചപ്പോൾ തമാശയായിപ്പോയി. അറബ് ലീഗ് എതിർക്കും, സൗദി എതിർക്കും, അവരെതിർക്കും, ഈ രാജ്യങ്ങൾക്കൊന്നും താല്പര്യമില്ല കേരളത്തിലെ വഹാബികളും സുഡാപ്പികളും പറയുന്ന രീതിയിൽ പോകാൻ. കാരണം ഈ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക ടെററിസത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച രാജ്യം. സൗദിയിലൊക്കെ എന്താ ഉണ്ടായത്? വെള്ളിയാഴ്ച ഈ അവരുടെ ഇസ്ലാമിൻ്റെ പുണ്യദിനങ്ങളിൽ അത് പള്ളിക്കകത്ത് വരെ ബോംബ് വെച്ച് അതിൻ്റെ ഒറിജിനേഷൻ എന്ന് പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദം. അതെവിടുന്ന് ശരിക്കും ഇസ്ലാമിക തീവ്രവാദം പൊട്ടിപ്പുറപ്പെടുന്ന ഇവിടുന്ന് ബേസിക്ക് നോക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പാലസ്തീൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഭാഗമായിട്ടാണ് ISIS ഈ സംഭവങ്ങൾ ഓരോന്നായിട്ടും അൽ ഖൈദ സംഭവങ്ങളൊക്കെ വരുന്നത്.